അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് 17-ാം രാവാണല്ലോ അല്ലേ. എന്തൊക്കെ തന്നെയായാലും 17 രാവിൻ്റെ ബദരീങ്ങളുടെ ആ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് വളരെയധികം അള്ളാഹുവിനോട് അടുത്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തും തരും എന്നതിൻ്റെ ഒരു വ്യക്തമായൊരു ഉദാഹരണം കൂടിയാണല്ലോ അല്ലേ ബദരീങ്ങളെ ആ ഒരു ദിവസം, ബദർ ദിനം. എല്ലാവർക്കും അറിയാനുള്ള ചരിത്രം കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മലപ്പുറം മുത്ത് ചാനലിൽ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് പറയാം കേട്ടോ. എന്തൊക്കെ തന്നെയായാലും അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് വളരെ തുച്ഛമായൊരു സൈന്യമായിരുന്നു നമ്മുടെ മുസ്ലിങ്ങളുടേത്. എന്നാൽ വളരെയധികം വലിയ പടയായിരുന്നു ശത്രുക്കളുടേത്. പക്ഷെ അവരെ എല്ലാം തോൽപ്പിച്ച് ഇസ്ലാം മതം വിജയിച്ചു, ഇസ്ലാമികമായിട്ടുള്ള ആ ഒരു ടീം വിജയിച്ചു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. ഒരുപാട് ആൾബലത്തിലല്ല കാര്യം, നമ്മൾ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. അള്ളാഹു നോക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഒരുപാട് ആളുകളുണ്ട്, ശക്തിയുണ്ട്, സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. നമ്മൾ പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി കരഞ്ഞു പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കാതിരിക്കുമല്ലോ അല്ലേ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ഹൃദയം പൊട്ടി പറഞ്ഞാൽ പടച്ച റബ്ബ് സ്വീകരിക്കും. അത് എന്തൊക്കെ തന്നെയായാലും എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമല്ലേ. അതുകൊണ്ട് തന്നെ ബദറിൽ ആ ഒരു തുച്ഛം വരുന്ന മുസ്ലിങ്ങൾക്ക് താങ്ങും തണലുമായി അള്ളാഹു ഇറക്കിയത് എത്ര മലക്കുകളാണ് അറിയോ. എല്ലാവർക്കും ചരിത്രങ്ങൾ അറിയാലോ, ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്നില്ല. എന്തൊക്കെ തന്നെയാലും വിജയക്കൊടി അവിടെ നാട്ടുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഷാമിൽ യാത്രയിലാണ്. നമ്മുടെ ഷാമിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ട പിതാവ്. റബ്ബേ, എൻ്റെ പിതാവ് എന്ന് വെച്ചാൽ വളരെയധികം എന്നെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ എൻ്റെ പിതാവായിരുന്നു. മഴയും വെയിലും വകവയ്ക്കാതെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട്. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ സന്തോഷവും സമാധാനവും കുറച്ചു കാലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ഞങ്ങളെ വിട്ടുപോയി. എന്നാൽ ആ ദിനങ്ങളിലെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ വളരെയധികം സങ്കടപ്പെടുമായിരുന്നു. ഖബറിനരികിൽ പോയി പൊട്ടിക്കരയുമായിരുന്നു. എന്നാൽ എല്ലാവരും ഇത് സ്ഥിരമായി കാണുമ്പോൾ, അല്ലടാ ഈ ഇങ്ങനെ വിഷമിച്ചാലെങ്ങനെ, ഓള് പോയി എൻ്റെ ആ കണ്ണീര് പോരെ ഓൾക്ക്, ഓൾ ആ കബറും പുറത്ത് എൻ്റെ കണ്ണീരങ്ങോട്ട് ഉറ്റി വീഴുമ്പോൾ അതന്നല്ലേ ഓൾക്ക് വലിയ സ്വർഗം. ഭാഗ്യവതി അല്ലടാ എൻ്റെ പെണ്ണ്. ഈ എൻ്റെ മക്കളെ പോയി നോക്ക്, എൻ്റെ മക്കളെ എങ്ങനെ വെച്ചാൽ നോക്ക്. 2 മക്കളുണ്ടല്ലോ അനക്ക്, അവരെ തന്നെ സംരക്ഷിക്ക്. എന്നാൽ പിതാവ് അതിൽ നിന്നൊന്നും മോചിതനാകുന്നില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടതിൽ തന്നെ പിന്നെ വളരെയധികം വിഷമത്തിലായിരുന്നു. അത് ഭക്ഷണമില്ല, സന്തോഷമില്ല, അങ്ങനത്തെ രീതിയിൽ നിർബന്ധിച്ച് ഒരുപാട് പറയുമ്പോൾ മാത്രം അല്പം കഴിക്കും. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറവ് ചെയ്ത് വന്നതിന് ശേഷം ഷാമിലത് ഓർക്കുകയാണ്. അത് എൻ്റെ ഉമ്മ വിട പറഞ്ഞ് തിരിച്ചു വന്ന ആ സമയത്ത് ഉപ്പ അതെ മറമാടാൻ വേണ്ടി പോയ സമയത്ത് ഉപ്പയുടെ കൂടെ ഞാനും ഉപ്പയുടെ തൊട്ടടുത്തായിട്ട് അത് ഉമ്മയുടെ ഖബറിടത്തിലേക്ക് ആ മണ്ണുകൾ വാരിയിടുമ്പോൾ വല്ലാതെ ഹൃദയം പൊട്ടിപ്പോയി, വല്ലാതെ ഹൃദയം തകർന്നു പോയി. എന്നാൽ എൻ്റെ ഉപ്പ എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ആ ഖബറിൻ്റെ അടുത്ത് നിന്ന് പോകുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞ് കരയുക, ഉപ്പ ഉമ്മനെ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ എല്ലാവരും പിരിഞ്ഞു പോയി. പക്ഷേ ആ ഖബറിനടുത്ത് നിന്ന് ഉപ്പ പോന്നില്ല. അതെ, ഉപ്പ അവിടെ ചെടികൾ നടുകയായിരുന്നു. തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടിയിട്ട് 1000 പൂക്കൾ വിരിയുന്ന മൈലാഞ്ചി ചെടികളും റോസാപ്പൂക്കളും എല്ലാം അവിടെ നടുകയായിരുന്നു. അതിന് വെള്ളം നനയ്ക്കുകയാണ്, മീസാങ്കല്ല് പിടിച്ച് കരയുകയാണ്. സ്ഥിരമായിട്ട് ഇത് പതിവായി തുടങ്ങി. ഉപ്പ പള്ളിക്കാട്ടിൽ നിന്ന് വരാതെയായി. എന്നാൽ എല്ലാവരും പറഞ്ഞു, മതിയടാ, ഇത്രമാത്രം അത്രക്കും നീ കഷ്ടപ്പെട്ടില്ലേ. നിന്റെ കണ്ണീര് തട്ടി ആ ഖബറിടം നനഞ്ഞ് കുതിർന്നിട്ടുണ്ടാകും. അതെ, നിന്റെ ഭാര്യ എന്തൊക്കെ തന്നെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം നിന്റെ കണ്ണീര് തട്ടി അതെല്ലാം ഇല്ലാതെയായി പോയിട്ടുണ്ടാവും. അവൾക്ക് സ്വർഗല്ലടാ. അതെ, അല്ലെങ്കിലും ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യമാർ മരിക്കുക പറഞ്ഞാലേ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അത് അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് ആഗ്രഹം. റബ്ബേ, അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമീൻ.
നമ്മുടെ ഷാമിൽ ഓരോന്ന് ഓർക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചത് ഉമ്മയുള്ള കാലത്ത് മാത്രമാണ്. എന്നാൽ പിന്നെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അതാ ഉപ്പയെ അതിനുവേണ്ടി പറയുകയായിരുന്നു. എടാ, ഇങ്ങനെ ഇജ്ജ് കരഞ്ഞിടങ്ങാറായാലോ, ഞാൻ പറഞ്ഞു തരാം, അനക്കും എൻ്റെ കുട്ടികൾക്കും കൂട്ടായിട്ട് ഒരു പെണ്ണിനെ കെട്ടില്ലേ നല്ലത്. എന്നാൽ അത് കേട്ടപ്പോൾ എൻ്റെ ഉപ്പ പൊട്ടിക്കരയുകയായിരുന്നു. വേണ്ട, എൻ്റെ പെണ്ണിനക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഓളെന്നെ മതി. എന്നാൽ എല്ലാവരുടെയും നിർബന്ധം, അതെ, മക്കളെ കാര്യമെങ്കിലും ആലോചിച്ചിട്ട് ആ മക്കളെ നോക്കാനെങ്കിലും എനിക്കൊരാളെ, എന്താ എനിക്ക് മക്കളോട് സ്നേഹമല്ലേ. അവൾ പോയി, ഏതായാലും ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല, പടച്ചോൻ്റെ വിധി അത്ര ആയിരിക്കും. ഇനി ആ മക്കളെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ആരെങ്കിലും ഇപ്പോൾ എന്നും വന്ന് ഇതൊക്കെ ചെയ്തു തരുമോ. എന്നാൽ ആ പിതാവ് വേണ്ട, ഓളെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്ന് പറയായിരുന്നു. എന്നാൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി, അതെ, ഒരിക്കൽ പോലും മറ്റൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ഷാമിലിൻ്റെ ഉപ്പയുടെ മനസ്സിലുമുണ്ടായിരുന്നു. എല്ലാവരും നിർബന്ധിച്ചു. അത് അമ്മായികൾ വന്നു. അല്ല, ഇജ് ഇങ്ങനെ ഇരുത്തത്തിന് എന്താ എൻ്റെ അർത്ഥം? ഒന്നുമില്ല, 2 മക്കളില്ല എനിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കാജ്, ഈ പെര കെടുക്കണ കോലെന്താ? എന്നിപ്പോൾ ഞങ്ങൾ പെങ്ങന്മാർ വന്നിക്കാണ്ട് ഇവിടെ നന്നാക്കി തരാൻ നമുക്ക് ഒഴിവുണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞൊന്ന് കേട്ടുകാണ്ട് നമുക്ക് ഒരു കല്യാണമാണ് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്കൊരാളായി ഇവിടെ നിൽക്കുമല്ലോ. എന്നാൽ പെങ്ങന്മാരും അവസാനമായി ആ പറഞ്ഞപ്പോൾ അതെ, എൻ്റെ പിതാവിൻ്റെ മനസ്സ് വല്ലാതെങ്ങ് വേദനിച്ചു. ഒടുവിൽ ആർക്കൊക്കെയോ വേണ്ടി അതെ കല്യാണം കഴിക്കുകയാണ്. അതും എൻ്റെ ഇളാമയായ സുലേഖയെ. പാവപ്പെട്ട വീട്ടിലത്തെ പെൺകുട്ടിയൊക്കെ തന്നെയാണ്. കുറച്ച് പ്രായമുണ്ട് തോന്നുന്നുണ്ട്, എന്നാലും കെട്ടിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഇപ്പം എന്താ 2 കുട്ടികളുള്ളടത്ത് കോള് വരികയാണെങ്കിൽ വരട്ടെ, വന്നിട്ട് നമുക്ക് കല്യാണം എങ്ങനെ വെച്ചാൽ മട്ടം പോലെ കാട്ടാലോ. ഇവിടെ ഇപ്പം അത്ര വലിയതൊന്നും ഇല്ലല്ലോ. അതിനും പിതാവ് ഒന്നും മിണ്ടിയില്ല. അതെ, എല്ലാം വീട്ടുകാരുടെ നിർബന്ധം. എല്ലാത്തിനും കാരണം അവർ തന്നെ. പുതിയാപ്പിള ഇറങ്ങുന്ന ആ ഒരു സമയത്ത് പോലും എൻ്റെ പിതാവിൻ്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നില്ല. എന്നെയും എൻ്റെ ഇത്താത്തയെയും കൂട്ടുപിടിച്ച് ഒരുപാട് കരഞ്ഞു. ആ സമയത്ത് മക്കളൊക്കെ അങ്ങനെയാണ് വലുതായിക്കോളും. ഇജ് എൻ്റെ കാര്യം നോക്ക്, എൻ്റെ കാര്യം നോക്കാൻ അവനും വേണ്ടേ ഒരാൾ. അത് വലിയ പെങ്ങളുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ ശരിക്കും ആ പിതാവ് നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ മനമില്ല മനസ്സോടു കൂടെ അതാ നിക്കാഹിന് വേണ്ടി ഉപ്പ ഇറങ്ങുന്നു. വെള്ള ടവൽ ഒരിക്കൽ കൂടി തലയിലിട്ട്. അത് ഒരിക്കൽ പുതിയാപ്പിള ഇറങ്ങിയതായിരുന്നു. അതായിരുന്നു ആ വേദനയായിരുന്നു, ആ ഒരു ഓർമ്മയായിരുന്നു ഷാമിലിൻ്റെ ഉപ്പയുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ അതാ പുതിയാപ്പിള ഇറങ്ങി പോകുന്ന നിറകണ്ണുകളോടെ പോകുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി തൻ്റെ പ്രിയതമയുടെ ഖബറിനടുത്തേക്കാണ് വീണ്ടും അദ്ദേഹം പോയത്. അല്ല, ഈ എവിടേക്ക് പോണത്, ഞാൻ ഓളോടൊന്ന് പറഞ്ഞിട്ട് വരാം. വേദനയോടെ അദ്ദേഹം പറയുമ്പോൾ പലരും അതിൽ പറഞ്ഞു, ഓരോരുത്തരും ഒരു പെണ്ണുണ്ടായിട്ട് വേറെ പെണ്ണിട്ടാൻ കാത്തുക്കുക. അപ്പോളാ പോവാൻ മരിച്ചു പോയ പെണ്ണിനെ പിന്നെയും പറഞ്ഞ് ബോധിപ്പിക്കണത്. വല്ലാത്തൊരു സ്നേഹമോ ഇങ്ങനെ ഉണ്ടാവുമല്ലോ സ്നേഹിക്കണോല്. അതാ പെണ്ണിൻ്റെ ഭാഗ്യം, ഖബർ കിടക്കുന്ന പെണ്ണിൻ്റെ ഭാഗ്യമാണ് മാപ്പിളാരെ കണ്ണിന്ന് കണ്ണുനീര് വരിക എന്നുള്ളത്. കാരണം ഖബറിൽ കിടക്കണ പെൺകുട്ടിയാൾക്ക് ഏറ്റവും നല്ലൊരു ഇതുമാണ്. ആദ്യം മരിച്ചു പോയി ആ ഭർത്താവിൻ്റെ കണ്ണീര് തട്ടിക്കഴിഞ്ഞാൽ ആ സ്വർഗം നോക്ക്, സ്വർഗം. ഏതായാലും ഓളെ ഭാഗ്യം. അങ്ങനെ അതാ പള്ളിക്കാടിൻ്റെ അടുക്കൽ പോയി തൻ്റെ പ്രിയപ്പെട്ട പിതാവ് വീണ്ടും ഖബറിൻ്റെ അരികിൽ ചെന്ന് പൊട്ടിക്കരയുകയാണ്. സലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവേ, ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണ് ഇവളാണ് എൻ്റെ. എന്നാൽ മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ കടക്കുകയാണല്ലോ. ഒരിക്കലും മനസ്സിൽ താല്പര്യമില്ല, തീരെ ഇഷ്ടമില്ല അങ്ങനത്തെ ഒരവസ്ഥ. റബ്ബേ, അങ്ങനെ വിതിമ്പിക്കരഞ്ഞുകൊണ്ട് ആ ഒരു ഖബറിനരികിൽ പോയി പൊട്ടിക്കരഞ്ഞ് അങ്ങനെ തിരിച്ചു പോരുമ്പോൾ വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഓൻ്റെ ഒരു കാര്യം നോക്കാജ്, മരിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി, ഇഞ്ഞിട്ടും ഇപ്പോൾ ഓളെന്നാണ് മനസ്സിൽ. അതാ പെണ്ണിൻ്റെ ഭാഗ്യാണടാ. അങ്ങനെതാ അവർ പുതിയാപ്പിള ഇറങ്ങി പോവുകയാണ്. അത് എളാമയുടെ വീട്ടിലേക്ക് മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന എളാമ. ആ ഒരു എളാമയെ കണ്ടപ്പോൾ തന്നെ ഉപ്പാക്ക് ശരിക്കും മുഖത്ത് നോക്കാൻ പോലും തോന്നിയില്ല. അത് കഴിഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു, പെണ്ണ് നല്ല മൊഞ്ചുണ്ട്, നല്ല മൊഞ്ചത്തി പെണ്ണിനെ കിട്ടുന്നുണ്ടല്ലോ. 2ാം കെട്ടായാലും ഇപ്പം എന്താ, പെണ്ണിനെ തീരെ കെട്ടിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. എന്തൊക്കെ തന്നെയായാലും പുതുമണവാട്ടിയായി എളാമയെ അതാ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ
മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ആകുകയായിരുന്നു. അപ്പോഴും തൻ്റെ പൊന്നുമക്കളെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. എന്നാൽ നാത്തൂമാർ പെങ്ങന്മാർ പറഞ്ഞു, അതേ ഇനി ഓൻ്റെ കാര്യമൊക്കെ കുറച്ച് നോക്കിക്കൊണ്ടിട്ടോ, ഞങ്ങളൊക്കെ പോവാണ്. അത് ഞങ്ങൾക്ക് ഓന് ഇവിടെ ഇങ്ങനെ ഇടങ്ങാറായി കഴിഞ്ഞ് കണ്ടിട്ടാണ് ഇങ്ങനൊരു കല്യാണത്തിന് വേണ്ടി ഞങ്ങളൊക്കെ നിന്നത്. ഇനി ഓലെ കാര്യമൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാനൊന്നും പറ്റൂല. എന്നാൽ സുലേഖ, അവർ ആദ്യമൊക്കെ ഒരു പാവമായിരുന്നു. അതെ, ഞങ്ങളെയൊക്കെ നല്ല രീതിയിലൊക്കെ നോക്കുമായിരുന്നു. എന്നാൽ പിന്നീട് എളാമാക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ തുടങ്ങിയ സമയം പതുക്കെ പതുക്കെ ഉപ്പ പുതിയ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും സ്വഭാവം ഏറെക്കുറെ മാറി തുടങ്ങി. ഞാൻ ഗൾഫിലേക്ക് പോന്നു. അതെ, എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച് വിടുകയും ചെയ്തു. പിന്നെ എന്തെന്നറിയില്ല, പണം കൂടിയിട്ടാണോ അതോ ഉപ്പാക്ക് പെട്ടെന്ന് സ്ട്രോക്ക് ബാധിച്ചതുകൊണ്ട് നോക്കാൻ കഴിയായിട്ടാണോ അറിയില്ല, എളാമയുടെ സ്വഭാവം മൊത്തത്തിലങ്ങ് മാറി. എന്നാൽ ഇപ്പോൾ ഉപ്പയെ ഒഴിവാക്കി എന്നുകൂടി അറിഞ്ഞപ്പോൾ ഹൃദയമല്ലാതെ വേദനിച്ചു പോയി. എൻ്റെ ഉപ്പ പാവൊന്നും അറിയുന്നില്ല. അവൻ ആ ഒരു മരുഭൂമിയിലൂടെ യാത്രയിലൂടെ പോകുമ്പോൾ ഓരോന്നോർത്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഉമ്മുൽ ഖൈറിൻ്റെ കോള് വരുന്നു. ഹലോ മോനെ, മോനെ. ആ ഉമ്മ. അല്ല മോനെ, മോന് പുറപ്പെട്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല, ഇന്ന് പോകുന്നുണ്ടോ നാട്ടിലെ? ഉമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ പറയാം. ആ ഓക്കെ. പിന്നെ ഒരുപാട് ലേറ്റ് ആവുമോ? ഇല്ല, എത്താനായി തുടങ്ങി. ആ ഓക്കെ ഓക്കെ. അങ്ങനെ അതാ നേരെ ഉമ്മുൽ ഖൈറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടേക്ക് ചെല്ലുമ്പോൾ മനസ്സിന് സമാധാനമുണ്ട്. പക്ഷേ ആ അറബി ആൾ ശരിയല്ല. ഹെളാമ അവിടെയുള്ള കാര്യം ഷാമിൽ അറിഞ്ഞിട്ടുണ്ടോ എന്തോ അറിയില്ല. എന്തായാലും കാണൂല, അതുറപ്പാണ്. അറബി വീട്ടിലെത്തിപ്പെട്ടാൽ തന്നെ ജയിലിൽ എത്തിപ്പെട്ട പോലെയാണ്. അവർക്ക് പുറം ലോകമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. പുറത്തേക്ക് കടക്കാനും അതും പറ്റൂല. വല്ലപ്പോഴും ഷോപ്പിങ്ങിന് അവരുടെ കൂടെ പോകുകയാണെങ്കിൽ മാത്രം. അതും അറബിച്ച് പോകുമ്പോൾ അവരുടെ കൂടെ മക്കളെ നോക്കുവാനൊക്കെ വേണ്ടിയിട്ട് ഗദ്ദാമയെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ, അല്ലാതെ അവരിറങ്ങും ഒന്നും ചെയ്യുന്നില്ല. എന്തൊക്കെ തന്നെയാലും സുലൈഖയുടെ സ്ഥിതിഗതികൾ അവിടെ എന്താ ഏതാ ഒന്നുപോലും ഷാമിലിനറിയില്ല. അവൻ കാറ് നിർത്തി ഉമ്മുൽ ഖൈറിൻ്റെ ആ ഒരു കെട്ടിടത്തിൻ്റെ അവരുടെ ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്നു. ഉമ്മ. ആ മോനെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, എന്താ കണ്ണുമുഖക്ക് വല്ലാണ്ടായിരിക്കുന്നല്ലോ. വരി, എന്തെങ്കിലും കഴിക്കുക. ഉമ്മ, എനിക്ക് ഇന്ന് പോകണം ഉമ്മ. അതെ, എൻ്റെ ഉപ്പയുടെ ഡിസ്ചാർജാണ് നാളെ. അപ്പോഴേക്കും എന്നെ അങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ്റെ മനസ്സിൽ വിഷമായിരുന്നു. റബ്ബേ, എൻ്റെ ഉപ്പയെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എളാമയെ കാണാൻ ഞാൻ ചോദിക്കൂലേ? എന്തൊക്കെ തന്നെ എളാമ ചീത്ത പറഞ്ഞാലും ഉപ്പ ഒരക്ഷരം മിണ്ടാറുണ്ടായിരുന്നില്ല. എന്നാൽ വല്ലപ്പോഴും മാത്രം പറയും, എന്തിനായി എന്നെങ്ങനെ ഇടങ്ങാറാക്കണ്? എൻ്റെ മക്കളെ ഓള് പോയതിൽ പിന്നെ എനിക്ക് എപ്പോഴും അതിൻ്റെ ഒരു വർത്താനം മാത്രമാണ്. ഞാൻ പിന്നെ എന്തിനാ ഇവിടെ? എന്നെ പറഞ്ഞാൽ മതി. കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ കെട്ടുമ്പോൾ വേണ്ട അച്ഛാ മതിയായിരുന്നു. അങ്ങനെ എന്നും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കും. എങ്കിലും ഒന്നും മിണ്ടൂല. എന്നാൽ അവസാനം അവർ കാട്ടിയ ആ ഒരു ക്രൂരതയെക്കുറിച്ച് ഷാമിലോർത്തു. അതാലോചിക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പെടപ്പാണ്. റബ്ബേ, അതെ, കളിയും ചിരിയും സന്തോഷവും നീണ്ടുനിന്ന എൻ്റെ വീട്, അതെ, വീടെല്ലാം പുതുക്കി പണിത് ഉഷാറാക്കി. പുതിയ വീട്, പഴയ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുതിയ വീട്ടിലേക്ക് ഞങ്ങൾക്ക് മാറുവാനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ മേഡം ഉമ്മുൽ ഖൈർ എനിക്ക് തന്നതുകൊണ്ട് തന്നെ പഴയ വീടെല്ലാം പൊളിച്ചു മാറ്റി നല്ലൊരു പുതുപുത്തൻ വീട് അവിടെ റെഡിയാക്കിയിരുന്നു. എങ്കിലും എൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ, അദ്ദേഹം കഠിനമായി അധ്വാനിക്കുവാൻ വേണ്ടി പോകുമായിരുന്നു. ഞാൻ പലപ്പോഴും പറയും, ഉപ്പ ജോലിക്കൊന്നും ഇനി പോണ്ട, ഉപ്പയുടെ മോൻ്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ, ഞാൻ പൈസ തരാം. എന്നാൽ ഉപ്പ പറയും, പൊന്നു മോനെ, ഉപ്പാൻ്റെ കുട്ടിയും കഷ്ടപ്പെട്ടെന്നല്ലേ പൈസ ഉണ്ടാക്കുന്നത്, ഉപ്പാക്ക് വെറുതെ ഇരിക്കാൻ കഴിയൂല മോനെ. അതെ, എൻ്റെ കുട്ടി പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പാവങ്ങൾക്കൊക്കെ കൊടുക്കാം. ഏതായാലും എന്നെ കൊണ്ട് കഴിഞ്ഞിടത്തോളം കാലം ഞാൻ പണിക്ക് പോവും മോനെ, ഉപ്പാക്ക് വെറുതെ ഇരിക്കണ ഇഷ്ടമില്ല. എന്നാൽ അബ്ദുറഹ്മാൻ, ഷാമിലിൻ്റെ ഉപ്പ, അദ്ദേഹം കഠിനമായി അധ്വാനിച്ച് കുടുംബത്തെ പോറ്റിയ ഒരു സാധാരണ മനുഷ്യൻ. ആദ്യമേ ഉപ്പ അങ്ങനെയായിരുന്നു. പൈസ ഉണ്ടായിട്ടും ഉപ്പ ജോലിക്ക് പോകും. കാരണം ഉപ്പാക്ക് വെറുതെ ഇരിക്കണം ഇഷ്ടമില്ല, മരണം വരെ അധ്വാനിക്കണം എന്നതായിരുന്നു ഉപ്പയുടെ ഒരു കോൺസെപ്റ്റ്. എന്നാൽ
അന്നും രാവിലെ വളരെയധികം പുലർച്ചെ തന്നെ ഉപ്പ എഴുന്നേറ്റ് ജോലിക്ക് പോകും. അതെ, തൻ്റെ പ്രിയപ്പെട്ട മക്കൾ, തൻ്റെ പൊന്നുമോൻ, തൻ്റെ പേരക്കുട്ടികൾ എല്ലാവരെയും ഓർത്ത് അവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം, അവരെല്ലാം ഉപ്പയെ കാത്തിരിക്കുന്നു എന്നുള്ള ചിന്തയുമായി അങ്ങനെ അന്നും അദ്ദേഹം ജോലിക്ക് പോവുകയായിരുന്നു. എന്നാൽ ആദ്യമൊക്കെ എളാമാക്ക് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പിന്നീട് ഇങ്ങനെ ചെറുതായി സ്വഭാവത്തിലേക്ക് മാറ്റം വന്നു തുടങ്ങി. ഒരുപാട് സാധനവും ക്യാഷും കയ്യിൽ കൊടുക്കുമ്പോൾ എളാമ സുലൈഖക്ക് നല്ല സ്വഭാവമായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് ഒരിക്കൽ ജോലിക്ക് പോയി. അതിനിടയിൽ പെട്ടെന്ന് തളർന്നു വീഴുകയായിരുന്നു. എല്ലാവരും കൂടി കൂടെയുള്ള ജോലിക്കാരൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സ്ട്രോക്കാണ്, സ്ട്രോക്ക് പെട്ടെന്ന് ബാധിക്കും. അതായത് ഇദ്ദേഹത്തിന് ഇനി ചില ആളുകൾക്ക് ഓരോ ഭാഗത്തായിരിക്കും, ചിലർക്ക് മുഖത്ത് ബാധിക്കും, ചിലർക്ക് നാവ് കുഴഞ്ഞു പോകും, അതൊരു ഞരമ്പിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് കാലുകളാണ് തളർന്നു പോയിട്ടുള്ളത്. ഒരു പക്ഷേ ശരീരം അല്പാൽപമായി കുഴയാനും ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ഇനി എണീറ്റ് നടക്കാൻ ബുദ്ധിമുട്ടാകും. എങ്ങനെയെങ്കിലൊക്കെ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്താൽ തന്നെ മാസങ്ങളും വർഷങ്ങളും പിടിച്ചാൽ ചിലത് മാത്രം ശരിയാകും. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഉറപ്പ് തരാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഷാമിലിനെ വിവരമെല്ലാം അറിയിച്ചു. ആ വാർത്ത കുടുംബത്തെ ഞെട്ടിച്ചു. എല്ലാവരും പറഞ്ഞു, മോന് പണിക്ക് ജോലിയും ഒക്കെ ഉണ്ടെങ്കിലും മൂപ്പര് അടങ്ങി നിൽക്കൂലല്ലേ, മൂപ്പര് എല്ലാ ജോലിക്കും പോവുമായിരുന്നു. എന്നാൽ ആ ദിവസം മുതൽ അദ്ദേഹം കിടപ്പിലായൊരു മനുഷ്യനായി മാറി. എന്നാൽ വീട്ടിൽ പെങ്ങന്മാരും എല്ലാവരും കാണാൻ വന്നു. ഞങ്ങളുടെ ആങ്ങളുടെ ആ ഒരു സ്ഥിതി ഓർത്തിട്ട് എന്തായിരുന്നു, ഏതായാലും ഓളെ കെട്ടിയത് നന്നായി, ഇപ്പം എങ്ങനെയുണ്ടടാ? അതെ, ജ്യേഷ്ഠത്തിമാർ ഉപ്പയോട് പറഞ്ഞു, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇത് വേറെ ഒരാളെ കെട്ടിയിട്ടില്ലെങ്കിൽ അന്നെ ആരാ മോനെ നോക്കാണ്ടാവുക? പലരും അത് പറഞ്ഞു. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ സുലൈഖ അദ്ദേഹത്തെ നോക്കുന്ന പോലെ നടിച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം മാറി. അബ്ദുറഹ്മാനെ അവൾ ഒരു വീട്ടിലെ ആ ഒരു ചെറിയ ഇരുണ്ട മുറിയിലേക്ക് മാറ്റുകയായിരുന്നു. ആ മുറിയിൽ ശരിയായി ഒരു ജനൽ പോലും തുറന്നിടാനും സമ്മതിക്കില്ല. ആകെ കർട്ടനിട്ട് മൂടി വെച്ച രീതിയിൽ. പുറത്തു നിന്നൊരു പ്രകാശം പോലും കയറാൻ പറ്റാത്ത സ്ഥലം. അത് തുറക്കണ്ട, ജനാല തുറക്കുവാൻ വേണ്ടി ആരൊക്കെ നിന്നാലും വേണ്ട, അവിടെ നിന്നോട്ടെ. അവിടുത്തെ ജീവിതം. അബ്ദുറഹ്മാൻ ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കും. സുലേഖ, ഒന്ന് വെള്ളം തരുമോ? അതെ, ശരിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അദ്ദേഹം ക്ഷീണിത ശബ്ദത്തിൽ വിളിക്കും, മക്കളെ, ഉപ്പാൻ്റെ കുട്ടികളെവിടെ? എന്നാൽ പലപ്പോഴും അതിന് മറുപടി ഉണ്ടാവാറില്ല. ഭക്ഷണം പോലും സമയത്തിന് കിട്ടാറില്ല. എന്നാൽ പൊന്നുമക്കൾ ഉപ്പാക്ക് കാണാതെ ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കും. ചില ദിവസങ്ങളിൽ മുഴുവൻ ദിവസം ഒരു തുള്ളിയും വെള്ളം പോലും കിട്ടാതെ അദ്ദേഹം കിടന്നിരുന്നു. അദ്ദേഹത്തിന് ചെറിയ 2 മക്കളും വലിയ മോളും ഷാമിലുമായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും ആ മക്കൾ ഉപ്പയുടെ അടുത്ത് പോകാൻ ആഗ്രഹിക്കും. ഉമ്മ, ഉപ്പയുടെ അടുത്ത് പോട്ടെ. എന്തിന്? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉപ്പാൻ്റെ അടുത്ത് പോകണ്ട. എന്തിനാ? പിന്നെ കൊണ്ട് കഴിയില്ല. ഇനി അങ്ങനെയാണ് തീർന്നോളൂ അത്, അല്ലാതെ ഇപ്പം എന്താ? പലപ്പോഴും അതെ, ഉപ്പയെ കാണാൻ പോകുമ്പോൾ ആ ഉമ്മ ചോദിക്കും, കഠിനമായി പറയും, അവിടേക്ക് ഞാനും പോവരുത്. അങ്ങനെ മക്കൾക്ക് ഉപ്പയെ കാണാൻ പോലും സാധിക്കാതെ പോയി. അങ്ങനെ ഒരു രാത്രി അബ്ദുറഹ്മാൻ വളരെയധികം ദാഹിച്ച് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊണ്ട ഉണങ്ങിപ്പോയി. അല്ലാഹുവേ, ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. അദ്ദേഹം കണ്ണു നിറച്ച് പ്രാർത്ഥിച്ചു. അതേ, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. പറഞ്ഞാലോ ആരും കൊണ്ടുവരികയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ ഒഴുകി. ആ ഇരുട്ടുമുറിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ പഴയ ജീവിതം ഓർത്തു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. അല്ലാ, അവളിന്ന് പള്ളിക്കാട്ടിലാണ്. എന്നെ നോക്കാനും സഹായിക്കാനും അവളുണ്ടായിരുന്നെങ്കിൽ. എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോൾ, അവരാരെങ്കിലും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവർ വിചാരിച്ചു. മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയ ദിവസങ്ങൾ, അവർക്കായി മിഠായി വാങ്ങിയ ദിവസങ്ങൾ, സുലൈഖക്കായി ഡ്രസ്സുകളും പലഹാരങ്ങളും വാങ്ങിയ ദിവസങ്ങൾ, അതെല്ലാം അദ്ദേഹം ഓർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു. സ്നേഹത്തോടൊരു വാക്ക് അല്ലെങ്കിൽ ഒരു നോക്ക്, അത് എന്തെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ റബ്ബേ എന്ന് അദ്ദേഹം കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എന്നാൽ ഒരു ദിവസം തൻ്റെ പൊന്നുമോൻ ഷാമിൽ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് എത്തിയപ്പോൾ ആ ഒരു കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അത് ആകപ്പാടെ ഇരുട്ട് നിറഞ്ഞ ആ ഒരു മുറി. ഉപ്പാക്ക് പുറത്തെ കാഴ്ചകളോ അല്ലെങ്കിൽ വെളിച്ചമോ കാണാൻ പറ്റാത്ത രീതിയിൽ അകത്ത് കിടക്കുന്ന ഉപ്പയെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉപ്പ,
അവൻ സ്നേഹത്തോടെ വിളിച്ചു. അബ്ദുറഹ്മാൻ കണ്ണു തുറന്നു. മകനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ സന്തോഷവും വേദനയും ഒരുമിച്ച് തെളിഞ്ഞു. മോനെ, ഉപ്പാൻ്റെ കുട്ടി വന്നോ? അതെ. ഉപ്പയുടെ അവസ്ഥ കണ്ടപ്പോൾ അവൻ കരഞ്ഞു. അവൻ്റെ കൈകൾ വിറച്ചു. അവൻ ഉപ്പയുടെ കണ്ണുകളെല്ലാം കുഴിയിൽ ചാടിയ പോലെ, വായിൽ വെള്ളമില്ലാത്തതുപോലെ. പെട്ടെന്ന് അവൻ വെള്ളം കൊണ്ടുവന്നു. അബ്ദുറഹ്മാൻ ആ വെള്ളം കുടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. സത്യം പറഞ്ഞാൽ ഷാമിൽ അതെല്ലാം ഓർത്തു. അതിനുശേഷം ഉപ്പയെ നോക്കുവാൻ വേണ്ടി നാട്ടിൽ നിന്ന് സമയം. എന്നാലും അൽഹംദുലില്ലാ ഇപ്പോൾ അവിടെ ആ ഒരു സ്ഥാപനത്തിലേക്ക് ഉപ്പയെ കൊണ്ടാക്കിയ ശേഷം സമാധാനമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും വലിയ പാപങ്ങളാണ് മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുക എന്നുള്ളത്. രോഗിയായ മാതാപിതാക്കളെ അവഗണിക്കുന്നതാണ് അത്. ഒരു കാലത്ത് നമ്മെ കയ്യിലെടുത്ത് വളർത്തിയ ആളുകളാണ് മാതാപിതാക്കൾ. അവർക്ക് സുഖമില്ലാതാകുമ്പോൾ നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനോ പാടില്ല. അന്ന് നമ്മളെ പോറ്റി വളർത്തിയ ആ കൈകൾ കൊണ്ട് നമ്മൾ ഇന്ന് അവരെയും പോറ്റണം. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ആ ഇരുട്ടിൽ ഒറ്റയ്ക്ക് വിടാനല്ല. ആ ഇരുട്ടുമുറിയിൽ കിടന്ന അബ്ദുറഹ്മാൻ ആ കാര്യമാണ് അവസാനം പറഞ്ഞത്. മക്കളെ, മാതാപിതാക്കൾ ഒറ്റയ്ക്ക് വിടരുത് കേട്ടോ. അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ വീണു. ആ കണ്ണുനീർ ആ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ കഥയായിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ ആ വീട്ടിൽ നിന്ന് എളാമയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം. റബ്ബേ, ഇനിയൊരിക്കലും എൻ്റെ എളാമ ഇല്ലല്ലോ, അവരൊഴിവാക്കി പോയില്ലേ, അവരെ കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാ റഹ്മാനെ, എൻ്റെ പിതാവിനെ കഷ്ടപ്പെടുത്തിയതിന് പകരമായിട്ട് അല്ലാ നീ എല്ലാം കാണുന്നുണ്ടല്ലോ റഹ്മാനെ. ഷാമിൽ അതെല്ലാം ഓർത്തു. തൻ്റെ ഉപ്പക്ക് പുതിയൊരു ജീവിതം നൽകണം, അതവൻ ചിന്തിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാ ഷാമിൽ എന്തായിരിക്കും ചിന്തിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.